ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കാർത്തിക പൊങ്കാലയുടെ വരവറിയിച്ച് നിലവറ ദീപം തെളിയിക്കൽ ഞായറാഴ്ച നടക്കും. പൊങ്കാല ഡിസംബർ 4-ന് നടക്കും. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക പൊങ്കാലയുടെ വരവറിയിച്ചുകൊണ്ട് നിലവറയിൽ ഞായറാഴ്ച ദീപം തെളിയും. ഡിസംബർ 4-നാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവം നടക്കുന്നത്. 4-ന് പുലർച്ചെ 4 മണിക്ക് നിർമാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടക്കും. തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കെടാവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർശെൽവം ദീപം തെളിയിക്കും. മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങും നടക്കും. ചക്കുളത്തുകാവ് പൊങ്കാല പ്രമാണിച്ച് ഡിസംബർ 4-ന് കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിലെ റെസിഡൻഷ്യൽ സ്കൂൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായും വോട്ടർ പട്ടിക പരിഷ്കരണവുമായും ബന്ധപ്പെട്ട ചുമതലകളുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ലെന്നും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ലെന്നും അധികൃതർ അറിയിച്ചു. പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. പൊങ്കാല അടുപ്പുകൾ ക്ഷേത്ര അതിർത്തി വിട്ട് കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നുമായി തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇവർക്കാവശ്യമായ ക്രമീകരണങ്ങളും ഒരുക്കി. ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്ന് ക്രമീകരണങ്ങൾ നടത്തുന്നത്. പൊങ്കാലയിടുന്നതിനാവശ്യമായ ചുടുകട്ട, മൺകലം, ശുദ്ധജലം എന്നിവ പൊങ്കാല വീഥികളിൽ എത്തിച്ചു നൽകും. ഭക്തർ നേദ്യപ്രസാദത്തിന് ആവശ്യമായ സാധനങ്ങൾ മാത്രമാണ് വീടുകളിൽ നിന്നും കൊണ്ടുവരാറുള്ളതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. പൊങ്കാല കലങ്ങൾ ക്ഷേത്ര മൈതാനത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവ കൃത്യമായി ഇനിയും അണിനിരത്തും. CDNet ന്യൂസ്, ഹരിപ്പാട്.